രാജ്യത്ത് തന്നെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത സമാനതകളില്ലാത്ത പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. വൈപ്പിൻ മണ്ഡലത്തിൽ ലൈഫ് ഭവന പദ്ധതി വഴി പണി പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക മുഖ്യാതിഥിയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ ലൈഫ് ഭവന പദ്ധതി വഴി പണി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. രാജ്യത്ത് തന്നെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത സമാനതകളില്ലാത്ത പദ്ധതിയാണ് ലൈഫ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. കൊടുക്കുന്ന തുക ഏറ്റവും ഉയർന്ന തുകയാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന തുകയാണ്. 4 ലക്ഷം രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ് PMAY ഗ്രാമീൺ പദ്ധതിയിൽ കൊടുക്കുന്നത് 72,000 രൂപ മാത്രമാണ് വീട് വയ്ക്കാൻ. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ 5.25 ലക്ഷം വീട് പൂർത്തിയാക്കിയിരിക്കും എന്ന് നിസ്സംശയം പറയാനാവും. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കഴിയാനുള്ള സാഹചര്യമുണ്ടായി എന്നത് 19 ലക്ഷം ആളുകൾക്ക്. ഇതാണ് ലൈഫിൻ്റെ പ്രത്യേകത. ഇനി ഇതിന് ചെലവഴിച്ച തുക ആകെ എത്രയാണ് എന്ന് കാണണം. ഇപ്പോൾ 152 കോടി വൈപ്പിനിൽ മാത്രമാണ്. 18,080 കോടി 18,080 കോടിയാണ് കേരളം ലൈഫ് ഭവന പദ്ധതിക്കായി ചെലവഴിച്ചത്. ലൈഫ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് സർക്കാർ ഗുണഭോക്താവിന് നൽകുന്ന തുക. സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ ഓരോ ഗുണഭോക്താവിനും 4 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രം 3,783 കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന് 180 കോടി രൂപയോളം ചിലവഴിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്താകെ ലൈഫ് പദ്ധതിയിലൂടെ 5,81,861 പേർക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. അതിൽ 4,54,260 ഭവനങ്ങൾ പൂർത്തീകരിച്ചു നൽകി. ഈ വർഷം 1 ലക്ഷം പേർക്ക് കൂടി ധനസഹായം നൽകും. ഏകദേശം 19 ലക്ഷത്തോളം പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. എടവനക്കാട് പുളിക്കനാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക മുഖ്യാതിഥിയായിരുന്നു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, വൈസ് പ്രസിഡന്റ് കെ.എസ്. സാജിദ്, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമണി അജയൻ, കെ.എസ്. നിബിൻ, മിനി രാജു, നീതു ബിനോദ്, രസികല പ്രിയരാജ്, മേരി വിൻസെന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എം.ബി. ഷൈനി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലോറൻസ് അന്റോണിയ അൽമേഡ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നതാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ കടയിൽ നിന്ന് സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ കട? നോക്ക്, സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.